ഗൈസ്, അപ്പം ദൃശ്യം മൂവി കണ്ടു വന്നിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പടം ദൃശ്യം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഇന്ന് ദൃശ്യം റിലീസായ ദിവസമാണ്. 3-ാം ഭാഗമാണ്. 2ഉം 1ഉം നേരത്തെ തന്നെ റിലീസായിരുന്നു. ഇന്ന് 3-ാം ഭാഗം. ഞാനിപ്പോൾ ഇവിടെ ജോർജിയയിലാണ് കാണുന്നത്. എന്തായാലും കണ്ടിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇന്ന് ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ്, മെയ് 21. ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ലാലേട്ട എന്ന് പറഞ്ഞ് നമുക്കിന്ന് തുടങ്ങാം. ഇന്ന് ആ ദിവസം തന്നെ തൂക്കിയടിയാണ് അടിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ സിനിമ ആവാനുള്ള ചാൻസ് ഉണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന അങ്ങനെ രീതിയാ അടിപൊളി. ഒന്നും അങ്ങോട്ട് വിട്ട് പറയാൻ പറ്റൂല. ബിക്കോസ് കുറേ നമുക്കറിയാം, ദൃശ്യം 1 എടുത്താലും അതെങ്ങനെയാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു അസൽ ക്രിമിനൽ തന്നെ, ക്രിമിനൽ ജോർജ് കുട്ടി തന്നെ, ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും ത്യാഗം സഹിച്ച് കുടുംബത്തിനെ സേവ് ചെയ്യും. അതാണ് നമുക്ക് എല്ലാത്തിലും മോട്ടിവേഷൻ തന്നിട്ടുള്ള ഇത്. എനിക്കങ്ങനെ പറയാൻ പറ്റൂല. നിങ്ങളെല്ലാം പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും ആ ഒരു ട്വിസ്റ്റും, എവിടെ തിരിഞ്ഞാലും ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിപ്പം നമുക്കിപ്പോൾ എന്താണ് എടുത്തു പറയാനുള്ള ഒരിതില്ല. എടുത്തു പറയാൻ നിന്നാൽ അത് സ്പോയിലറായിപ്പോവും. അതുകൊണ്ട് തന്നെ അത് നല്ല പാടാണ്. അതുകൊണ്ട് ഇതെങ്ങനെയും വായിന്ന് വരാതിരിക്കാൻ രീതിയിലാണ് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അറിയാതെ വല്ല വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് സിനിമയെ ബാധിക്കും. നമ്മൾ അത് ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പറയുക, പോവുക. അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ മെയിനായിട്ട്. പിന്നെ നമുക്കെല്ലാം അങ്ങ് എടുത്തങ്ങ് പറയാൻ പറ്റൂല. പിന്നെ ക്ലൈമാക്സ് ഒന്നും പറയാനില്ല. അപ്പം ഒന്നേം തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യം തുടങ്ങാൻ നൈസ് അങ്ങ് പോകും. ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ, ഇൻ്റർവെലൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് വേറെ ലെവലായിട്ടാണ് ഇൻ്റർവെൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത്രയും പീക്കായിട്ട് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് മോനെ പയ്യെ വന്ന് ഒരു കയറ്റം വന്ന് കയറും. സിനിമയെ വേറെ ലെവലാക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ ജിത്തു ജോസഫ്. ഒന്നും പറയാനില്ല. പിന്നെ പറയാനുള്ളത്, ഇപ്പം ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ വന്ന കുറേ പടങ്ങളുണ്ട് നമുക്ക്. വലതുവശത്തെ കള്ളൻ, പിന്നെ നമ്മളെ മിറേഷ് എന്ന് പറഞ്ഞ പടങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും അങ്ങനെ പുള്ളിക്കാരൻ ഇത് എഴുതാൻ വേണ്ടി നിന്നാൽ പുള്ളിക്കാരൻ ഇത് തകർക്കും. അങ്ങനെ എഴുതിയ പടമാണിത്. അതുകൊണ്ട് തന്നെ അങ്ങേരെ സ്ക്രിപ്റ്റിൽ വരുമ്പോൾ അത് വേറൊരു ലെവലായി മാറുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അത്ര അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. പ്രത്യേകിച്ച് അത് ദൃശ്യം വരുമ്പോൾ അത് വേറെ ലെവൽ. ദൃശ്യം 1 തകർത്ത് കളഞ്ഞു. പിന്നെ നമുക്കെല്ലാം അറിയാം അത് എത്രത്തോളം നല്ല ഹിറ്റായ പടമാണ് ദൃശ്യം. പിന്നെ ദൃശ്യം 2 ആ സമയത്ത് ഇവിടെ കൊറോണ ആയതുകൊണ്ട് അത് അത്രയും കളക്ഷൻ വരാൻ പറ്റില്ല. OTT-യിലാണ് അത് റിലീസ് ചെയ്തത്. ഇല്ലെങ്കിൽ അതും തൂക്കിയേനെ. അത് വമ്പൻ ഹിറ്റായ പടം. അതിൻ്റെ 2-ാം ഭാഗം ഇറങ്ങി. അപ്പോൾ പിന്നെ 3-ാം ഭാഗമായി. പിന്നെ ഒരു കാര്യം ഒന്നും പറയാൻ, ഇതിപ്പോൾ ഇങ്ങനെ ഈ കഥകൾ ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഇത് എത്ര പടങ്ങൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരെ എഴുതി അതിനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിലാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച് ഫിലിം തന്നെ. ഒരു ലാലേട്ടനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് തന്നെ കൊടുത്ത് അങ്ങ് വെച്ച പോലെയാണ് തോന്നുന്നത്. എൻ്റെ മോനെ, എന്താ സാധനം എടുത്തു വെച്ചിരിക്കുന്നത് വേറെ ലെവൽ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോ ഒന്നുമില്ല. അത്രയും പൊളിച്ചടുക്കിയ പടം വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സ് ആദ്യം ഇത്ര പോയി, എന്നിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുവച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും എടുത്ത് പറയാൻ, ഇത്തിരി പറഞ്ഞാൽ തന്നെ അത് സ്പോയിലറാകും. അതുകൊണ്ട് തന്നെ അതൊന്നും എടുത്ത് പറയുന്നില്ല. അത്രയും കിടിലനാക്കിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ആകെ പറയാൻ പറ്റുന്ന പെർഫോമൻസാണ്. പെർഫോമൻസ് ഇപ്പം നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു തകർത്ത്. പെർഫോമൻസ് ഇപ്പം എങ്ങനെ പറയാം, പെർഫോമൻസ് ഇപ്പം നമുക്ക് ഓരോരുത്തരും എടുത്ത് തുടങ്ങാം. ഇപ്പം ലാലേട്ടന് തന്നെ മെയിൻ. ലാലേട്ടൻ തുടങ്ങാൻ മോനെ എന്താ അഭിനയം. എന്ത് പറഞ്ഞാലും കാര്യമില്ല. ചെറുതാകുന്നോ വലുതാകുന്നോ, അത് പ്രായത്തിലായാലും എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അത്ര രീതിയിലാണ് പുള്ളിക്കാരൻ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. എങ്ങനെയാണോ ദൃശ്യം 1, 2 അതിനെക്കാട്ടി മികച്ചിരിക്കുന്നത് പോലെ ഫീൽ ആയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊന്നും പറയാനില്ല, അത്രയും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജോർജ് കുട്ടി അറിയാമല്ലോ എല്ലാവർക്കും എന്താണെന്ന്, അയാൾ അത് തന്നെയാണ് ഇതിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഇത് ഒരു ക്രിമിനൽ പോലെ ഒരു എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. അത് കാരണം നിങ്ങളെല്ലാം പോയി തിയേറ്ററിൽ കണ്ട് തന്നെ മസ്റ്റായിട്ട് സിനിമ എന്തായാലും വിജയിക്കുക, അതിൽ 100% ഉറപ്പാണ്. ഒന്നും പറയാനില്ല, ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഇനി പ്രത്യേകം ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മീനയാവട്ടെ, എസ്തർ ആവട്ടെ, മറ്റേ മൂത്ത കൊച്ചാവട്ടെ, എല്ലാവരും അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. സിദ്ദീഖ് പൊളിച്ചിട്ടുണ്ട്, പിന്നെ പോലീസ് ഓഫീസർ എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റിപ്പോർട്ടറായിട്ട് വന്ന 2 പേരുണ്ട്, അവരെല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും പറയാനില്ല, അത്ര പൊളിച്ചു പടം. പിന്നെ ശാന്തി മായാദേവിയുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ പടത്തിൽ, ഒന്നും പറയാനില്ല. ആശീർവാദാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ, എല്ലാവർക്കും അറിയായിരിക്കും. എന്തായാലും തകർത്തിട്ടുണ്ട്. ദൃശ്യം ഒരു ടൈലൻഡിൽ കൂടെ നിർത്തിയിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ എന്തായാലും കാണുമ്പോൾ അറിയാം. നമുക്കിവിടെ എല്ലാം ന്യൂസ് വന്നായിരുന്നു, ദൃശ്യം 4 വരുന്നുണ്ട് ടൈലൻഡിൽ, അത് കാണിച്ചിട്ടാണ് പയ്യൻ നിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി പൊളിക്കി, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും. വേറെ ഒന്നും കൂടുതൽ പറയാൻ പറ്റൂല, പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ റിവ്യൂ ചെയ്യുന്നത്. ബിക്കോസ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും, പെർഫോമൻസിനെ പറ്റി പറയാൻ പറ്റൂ. ബാക്കി പറഞ്ഞാലും നമുക്ക് എന്ത് പറഞ്ഞാലും അത് എവിടെയും ട്വിസ്റ്റാണ്, ട്വിസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ട് നിങ്ങൾ അഭിപ്രായം ചെയ്യും. സസ്പെൻസും ട്വിസ്റ്റും എല്ലാം അവിടെ നിറഞ്ഞിരിക്കുക തന്നെ. പക്ഷേ 2 പൊളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിലും അതിൻ്റെ അപ്പുറം വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും തകർത്തിട്ടുണ്ട്, ഹിറ്റാവും ഉറപ്പാണ്. അപ്പം ആരെങ്കിലുമൊക്കെ കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എങ്ങനെയായിരുന്നു അഭിനയം, കാര്യങ്ങൾ, ഇതെത്ര ഇത് പോവും എന്നെല്ലാം നിങ്ങൾ അഭിപ്രായം പറയും. ഇവിടെ എന്തായാലും അടിപൊളിയായിട്ട് സിനിമ നല്ല രീതിയിൽ ഓടുമെന്ന് എനിക്ക് മനസ്സിലായി. മിക്കവാറും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ, ലാലേട്ടനായുണ്ട്. ഇനിയിപ്പോൾ വാഴ 2 അല്ലേ ഇൻഡസ്ട്രി ഹിറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, കാരണം അത്ര അടിപൊളി പടമാണ്. അഭിപ്രായങ്ങൾ ഇനി കുറേയൊക്കെ വരാനുണ്ട്, ഇന്നിപ്പം ഫസ്റ്റ് ആയതേ ഉള്ളൂ. ഇതെങ്ങനെ എടുക്കും എന്തായാലും ഇഷ്ടപ്പെടും. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുത്ത് സിനിമ കാണുക. എന്തായാലും ഒരു അടിപൊളി പടമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഇങ്ങനെ പോണത്, അത് വല്ലാത്ത ട്വിസ്റ്റ്. ഇത് കണ്ട് തന്നെ അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും, കാരണം അത്രയും കാണേണ്ട പടം തന്നെയാണ്. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അതുകൊണ്ട് ഈ കൂടുതലൊന്നും പറഞ്ഞ് ഇതിൽ നിങ്ങളെ ഇതാക്കാനൊന്നും വയ്യ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സിനിമയോട് ചെയ്യുന്ന ഇതാണ്. അത് കാരണം ഇത്രേ പറയാൻ പറ്റും. പെർഫോമൻസിലെല്ലാം പീക്കാം, മ്യൂസിക് പീക്കാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പോയി കണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കും. പിന്നെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട് ബെസ്റ്റ് മൂവി എന്ന് ഞാൻ പറയാം. അപ്പം അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ റിവ്യൂ ആയിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.